ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്, അതായത് ടെൻഷൻ്റെ മേലെയും സ്ട്രെസ്സിൻ്റെ മേലെയാണ് നമ്മൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെൻഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ, പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കുറയുമ്പോൾ, വിശ്വാസം കുറയുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് പല ലൈഫിൽ പല ഒരു സിറ്റുവേഷൻസ് കൊണ്ടാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. ടെൻഷൻ കൂടെ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെൻഷൻ ഇല്ലാത്ത ലൈഫിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും ബുക്ക് വായിക്കുക, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, പിന്നെ പ്രെയർ ചെയ്യുക, പിന്നെ സെൽഫ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളെ പറ്റി ഞങ്ങളെ കെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങളെ പറ്റി ഞങ്ങൾ ചിന്തിച്ചറിയുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുന്നതാണ്. ഈ പോസിറ്റീവ് എനർജി കൊണ്ട് തന്നെ ലൈഫിൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും, പിന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ് രീതിയിൽ എപ്പോഴും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് സഹായിക്കും. അപ്പം എപ്പോഴും ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ തന്നെ ഭർത്താവും ഭാര്യയും ഇടയിൽ അതായത് ഫൈറ്റ്സൊക്കെ ഒന്ന് കുറയ്ക്കുക, പിന്നെ തമ്മിൽ സംസാരിക്കാൻ നോക്കുക. പിന്നെ കുട്ടികൾ എപ്പോഴും ഞങ്ങളെ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പം ഞങ്ങൾ എപ്പോഴും നല്ലൊരു വളരാനുള്ള എൻവിറോൺമെൻറ്റ് ഞങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളത്. പിന്നെ ഭർത്താവിനോടും വിശ്വാസം വേണം. പിന്നെ ഭർത്താവും ഭാര്യയുടെ കൂടെ എല്ലാം ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. ഫ്രണ്ട്ലി ഒരു കോൺവെർസേഷൻ വയ്ക്കണം. പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും. അപ്പോൾ നമുക്കൊന്ന് ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ വർക്ക് ടെൻഷൻ ആണെങ്കിൽ വർക്ക് ടെൻഷനിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കിയിട്ട് നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും ഫാമിലി ടെൻഷൻസും വർക്ക് ടെൻഷൻസും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ നോക്കണം. പിന്നെ നമ്മളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് എന്തൊക്കെ സഹായകരമാണോ വഴികൾ ഒരുപാടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് കിട്ടും ആർട്ടിക്കിൾസ്, ഗൂഗിളിൽ കിട്ടിയാൽ കിട്ടും. പിന്നെ അങ്ങനെ എപ്പോഴും നമുക്ക് അറിവാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാവുകയും ജീവിതം ഒരു പുതിയ ആസ്പെക്റ്റിലൂടെ ഒന്ന് കാണാൻ, അതായത് വിഷൻ എന്ന് പറയുമല്ലോ, ആ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എപ്പോഴും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. പിന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ്, ഇതൊക്കെയാണ് ഇത് ഫൗണ്ടേഷനായി പറയുന്നത്. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ കുറയ്ക്കണം എന്ന് വെച്ചാൽ, ബുക്ക് വായിക്കുക, പിന്നെ മ്യൂസിക് കേൾക്കുക, പിന്നെ ഈ ബേർഡ്സൊക്കെ നേച്ചറുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നേച്ചറിൻ്റെ തന്നെ മ്യൂസിക് ആൽബം പോലെ കിട്ടും, ഷോർട്ടായിട്ടുള്ളത്. അങ്ങനെ ആൽബംസൊക്കെ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ മൈൻഡ് നല്ല ഹെൽത്തിന് വേണ്ടി, കാം മൈൻഡിന് വേണ്ടി നമ്മളെപ്പോഴും അത് കേൾക്കാൻ ശീലിക്കണം. പിന്നെ മെഡിറ്റേഷനും എക്സസൈസിലൂടെ തന്നെ
നമുക്ക് ഫിസിക്കലായി ഫിറ്റായിട്ടിരിക്കാനും പിന്നെ മൈൻഡിൽ എപ്പോഴും അൺവാണ്ടഡ് തോട്ട്സ്, വേണ്ടാത്ത തോട്ട്സ് ഒന്നും നിറയാതെ ഇരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി ഇതൊന്ന് പ്രാക്ടീസ് ആയിട്ട് തുടങ്ങിയാൽ തന്നെ നമ്മളുടെ ഒരു ഈ കുടുംബ ജീവിതമാവാം, ഈ കോളേജ് ലൈഫാവാം, വർക്ക് ലൈഫാവാം, എവിടെ പോയാലും ഞങ്ങൾക്ക് ജീവിതത്തിൽ പീസ്ഫുള്ളായിട്ട് എപ്പോഴും വർക്ക് നന്നായിട്ട് വർക്കിൽ അച്ചീവ്മെൻറ്റ്സും നേടിയെടുക്കാൻ പറ്റും. പിന്നെ പുതിയതായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് വർക്ക് പ്ലേസിൽ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പം ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് ബെനിഫിറ്റേ ആവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശീലിക്കണം. അപ്പോൾ വേണ്ടാത്ത ടെൻഷൻസൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതേപോലെ ഇനിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്. ആങ്സൈറ്റിയിൽ പല രീതിയിലുണ്ട്. അതായത് ഡിപ്രഷനിൽ ഉള്ളവർക്ക് അതൊരു ടൈപ്പ് ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെ പോസ്റ്റ്മോർട്ടം ഡെലിവറി കഴിഞ്ഞുള്ളവർക്ക് ഒരു ആങ്സൈറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. ചിലവർക്ക് ഇത് എന്തെങ്കിലും കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചിലർക്ക് ക്രൗഡ് ഇഷ്ടാവില്ല, ചിലർക്ക് ഇങ്ങനെ ഫ്രണ്ട്സിനെ കണ്ടാൽ ഇഷ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് പല രീതിയിലുള്ള ആങ്സൈറ്റി ഫേസസ് നമ്മൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കൊലീഗ്സിൻ്റെ ഹെൽപ്പ് ചെയ്തെടുക്കാം. പിന്നെ കോളേജിലാണെങ്കിൽ കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ ഞങ്ങളെ പറ്റി അറിയുമ്പോൾ ഞങ്ങളുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്, അതായത് ആങ്സൈറ്റി ആവുന്നത്, അതെന്താണ് കാരണമെന്ന് പല സിറ്റുവേഷനിലും നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാനും ഇത് ബ്രീതിങ് എക്സസൈസ്, മെഡിറ്റേഷൻ എക്സസൈസ്, യോഗ, വാക്കിങ്, ഇങ്ങനെയൊക്കെ ചില എക്സസൈസൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ റീഡിങ് ബുക്സ്, പിന്നെ വൊക്കാബുലറിയൊക്കെ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യുക. പിന്നെ പുതിയ ഒരു സ്കിൽ പഠിക്കുക. പിന്നെ ഞങ്ങളുടെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പോയാൽ ഞങ്ങൾ കേൾക്കാറില്ല സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് എന്ന് ചോദിക്കും. അപ്പം വീക്ക്നെസ് നമ്മളുടെ ഇടയിൽ ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എപ്പോഴും ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടിന്യൂ ഫോർ എ ലൈഫ് ടൈം എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്താലും ശരി, ഏത് ഫീൽഡിലായാലും ശരി, ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും തന്നെ, ഇപ്പോൾ ഒരു ഫിലിം എന്ന് എടുക്കുമ്പോൾ തന്നെ ആ റോളിന് അവരെങ്ങനെ ഹോംവർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഞങ്ങളുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് എപ്പോഴും കുറയ്ക്കാൻ നോക്കണം. സ്ട്രെങ്ത്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതൊരു സെൽഫ് കോൺഫിഡൻസും ജീവിതത്തിൽ കുറേ നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കണം, ഇങ്ങനെ സക്സസ് ആവണം ജീവിതത്തിൽ, ഇങ്ങനെ പല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും കാണപ്പെടാറുണ്ട്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനും ഇപ്പോൾ ഇത് ഉപയോഗകരമാണ്. കോളേജ് ലൈഫിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഓട്ടോബയോഗ്രഫി നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ചിലവർ ഇംപ്രസ്സായിട്ട് അത് ശീലിക്കുന്നതാണ്. ഡേ ടു ഡേ ലൈഫിൽ അവരവരുടെ ശീലങ്ങൾ മാറ്റുക, പുതിയ ശീലങ്ങൾ പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ലൈഫിൽ എല്ലാ സൈക്കിൾ പോലെയാണ് ത്രൂ ഔട്ട് ദ ഡേ, ത്രൂ ഔട്ട് ദ ഇയർ അതങ്ങനെ തന്നെ സർക്കുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു.
അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.